കേരള സർക്കാർ വീണ്ടും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം കണ്ണൂർ സർവകലാശാലയിൽ പ്രിയ വർഗീസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമായല്ല, എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടായിരുന്നു നിയമിച്ചതെന്നാണ് സർക്കാർ അന്നു മുതലേ എടുത്ത വാദം. എന്നാൽ ഇപ്പോഴിതാ UGC വീണ്ടും ആവർത്തിക്കുകയാണ്. സംസ്ഥാനം UGCയുടെ ചട്ടപ്രകാരമല്ല പ്രിയ വർഗീസിനെ നിയമിച്ചിരിക്കുന്നത്. കേരള സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് UGC ഈ മറുപടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയ വർഗീസ് കണ്ണൂർ സർവകലാശാലയിലെ മലയാളം വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമനം ലഭിച്ച ആളാണ്. അവരുടെ നിയമന സമയം മുതൽ ഇതൊരു വിവാദമാണ്. അവർക്ക് വേണ്ടത്ര യോഗ്യതയില്ലാതെയാണ്. പ്രത്യേകിച്ച് അവരുടെ യോഗ്യത അധ്യാപനത്തിലുള്ള പരിചയക്കുറവാണ്. അവർ അവകാശപ്പെട്ടത് അവരുടെ ഗവേഷണ കാലം, PhD ഗവേഷണ കാലം അധ്യാപന പരിചയമായി കരുതണം എന്ന അവരുടെ അവകാശവാദമാണ് ഈ നിയമനത്തിന് ആധാരമായി അവർ ഉന്നയിച്ചത്. പക്ഷേ അത് UGCയുടെ മാനദണ്ഡങ്ങൾക്ക് ചേരുന്നതല്ല. UGC മാനദണ്ഡം അനുസരിച്ച് 8 വർഷത്തിൽ താഴെയല്ലാത്ത അധ്യാപന പരിചയം വേണം. ഈ പ്രിയ വർഗീസിന് അത്രത്തോളം ഇല്ല. പിന്നെ പ്രിയ വർഗീസിനോടൊപ്പം ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത അവരുടെ താഴെ റാങ്ക് നൽകപ്പെട്ട ആളിന് ഇവരേക്കാൾ മറ്റ് കാര്യങ്ങളിലെല്ലാം യോഗ്യത കൂടുതലാണ്. പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ, പിന്നെ ഇപ്പോൾ ടീച്ചിങ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഒക്കെ ഇവരേക്കാൾ മുകളിലാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂവിലെ മാർക്കിൽ മാത്രം 2 മാർക്ക് ഇവർക്ക് കൂടുതൽ കൊടുത്തു. ആ കാൻഡിഡേറ്റിന് 30 മാർക്കും ഇവർക്ക് 32 മാർക്കും കൊടുത്താണ് ഈ നിയമനം തരപ്പെടുത്തിയത്. അത് ചട്ടവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ UGC സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് അവർ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ പ്രിയ വർഗീസിന് അനുകൂലമായ വിധി വന്നപ്പോഴാണ് ഈ നിയമനം കണ്ണൂർ സർവകലാശാല നടത്തിയത്. ഇപ്പോൾ നിലവിൽ അവർ അവിടെ അധ്യാപികയായി തുടരുകയാണ്. പക്ഷേ ഇത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതിൻ്റെ മാനദണ്ഡങ്ങൾ വിശദമാക്കി അവതരിപ്പിച്ചുകൊണ്ട് പ്രിയ വർഗീസിൻ്റെ യോഗ്യതയെ അവർക്ക് ഈ നിയമനം കിട്ടാൻ യോഗ്യമല്ല എന്ന് ബോധിപ്പിച്ചിരിക്കുന്നു. ഇനി സുപ്രീം കോടതി അതനുസരിച്ച് വിധി പുറപ്പെടുവിക്കണം. പിന്നെ പ്രിയ വർഗീസ് എന്ന ആൾ എങ്ങനെയാണ് ഈ നിയമനം സാധ്യമായത്? അവർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാജേഷിൻ്റെ ഭാര്യയാണ്. നേരത്തെ MLA ആയിരുന്ന ആളാണ്, പാപ്പിനിശ്ശേരി MLA ആയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ള പാർട്ടി ബന്ധമാണ് ഈ നിയമനത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ തരത്തിൽ പാർട്ടിക്കാർ പല സർവകലാശാലകളിലും അധ്യാപകരായും അല്ലാതെയും പല പല തസ്തികകളിൽ കയറിയിട്ടുണ്ട്. അതെല്ലാം ഈ തരുണത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ പലർക്കും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. യോഗ്യതയില്ലാതെ കയറിയതിന് ശേഷം പിന്നെ യോഗ്യരായവരുമൊക്കെ പല സർവകലാശാലകളിലുമുണ്ട്. സർവകലാശാലകളുടെ നിലവാരത്തെക്കുറിച്ച് നമ്മൾ നാടുനീളെ ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴാണെങ്കിലും ഒരു ബ്രിട്ടീഷ് ഈ അക്രഡിറ്റേഷൻ സമിതി ഏഷ്യയിലെ സർവകലാശാലകളുടെ നിലവാരത്തെക്കുറിച്ച് ഒരു റാങ്കിങ് നടത്തി. അപ്പോൾ അതിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനത്തെത്തിയ ഒരു സർവകലാശാലയും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ 3 സ്ഥാനത്തെത്തിയതിൽ കേരളത്തിൽ നിന്നും 3-ാം സ്ഥാനത്ത് കോട്ടയത്ത് MG സർവകലാശാലയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ബേസ്ഡ് ഓർഗനൈസേഷനാണ് ഇതിങ്ങനെ കാലാകാലങ്ങളിൽ നടത്തുന്നത്. ബീജിംഗ് സർവകലാശാലകളാണ് ടോപ്പിൽ ഏഷ്യയിലെ 1-2 സ്ഥാനത്ത് വന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ആ കൂട്ടത്തിൽ 134-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യയിൽ 3-ാം സ്ഥാനം കിട്ടിയ MG സർവകലാശാലയുടെ സ്ഥാനം. ഇന്ത്യയിലെ 1-ാം സ്ഥാനം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസാണ്. 2-ാം സ്ഥാനം ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിൽ ഉള്ള 1 ഡസനോളം സർവകലാശാലകൾക്ക് വേണ്ടത്ര
യോഗ്യതയില്ല, വേണ്ടത്ര നിലവാരമില്ല എന്ന കാരണം കൊണ്ടല്ലേ കേരളത്തിൽ നിന്ന് ഉപരിവിദ്യാഭ്യാസത്തിനായി കൂട്ടത്തോടെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ എന്ന് മാത്രമല്ല അതിൻ്റെ നിലവാരവും പരിതാപകരമാണ്. ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ സർവകലാശാല ക്യാമ്പസുകളെ അമിതമായി കക്ഷി രാഷ്ട്രീയവൽക്കരിച്ചതാണ്. അതിലെ ഒന്നാം പ്രതി കേരളത്തിലെ CPM ആണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഗുണ്ടായിസവും അവരുടെ ഏകാധിപത്യവും സെനറ്റിലും സിൻഡിക്കേറ്റിലുമുള്ള അയോഗ്യന്മാരെ തിരികെ കയറ്റി അധ്യാപന രംഗത്ത് മാത്രമല്ല അക്കാഡമിക് കൗൺസിലുകളിലും സിലബസ് പരിഷ്കരണ സമിതികളിലും സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സർവകലാശാലയുടെ ഭരണ സമിതിയാണ്. അപ്പോൾ അതിലൊക്കെ ഈ പാർട്ടി ഉപജീവികൾ, വേണ്ടത്ര അക്കാഡമിക് പരിജ്ഞാനമില്ലാത്ത പാർട്ടി ഉപജീവികൾ കാലാകാലങ്ങളിൽ അടിഞ്ഞുകൂടിയതുകൊണ്ട് കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും നിലവാരം ദയനീയമാംവിധം പരിതാപകരമാണ്. ഒരു ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തെ തകർക്കുന്നതിൽ CPM കാലാകാലങ്ങൾ കൊണ്ട് വഹിച്ച പങ്ക് ചെറുതല്ല. ഇതേ CPM ആണ് ഗവർണറിന് നേരെ ഗോ ബാക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് SFIയുടെ നേതൃത്വത്തിൽ വലിയ കലാപങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചവർ ഗവർണർ ഉയർത്തിയ അക്കാഡമിക് നിലവാരത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയൊന്നും അഡ്രസ്സ് ചെയ്യുന്നേയില്ല. അത് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസത്തിന് മാത്രമായൊരു മന്ത്രി ഉള്ള സ്റ്റേറ്റാണിത്. അത് ഈ ഇടതുമുന്നണി വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തസ്തിക തന്നെ ഉണ്ടായത്. മറ്റേ വിദ്യാഭ്യാസം ഒരു പൊതുവായ ഒരു മന്ത്രിയുടെ ചുമതലയിലായിരുന്നു. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒരു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസത്തിന്, പൊതുവിദ്യാഭ്യാസത്തിന് ഒരു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേറൊരു മന്ത്രി. ഇപ്പോൾ ബിന്ദുവും ശിവൻകുട്ടിയും കൂടിയാണ് മാറി മാറി അത് ഭരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഭരണം വികേന്ദ്രീകരിച്ച് 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരുന്നില്ല. ഉയരാത്തതുകൊണ്ട് ഇവിടുത്തെ പാഠപദ്ധതികൾ മോശമായതുകൊണ്ടും അവർക്ക് ഭാവിക്ക് ഗുണകരമല്ലാത്തതുകൊണ്ടുമാണ് 1 ലക്ഷം ആളുകളാണ് +2 കഴിഞ്ഞിട്ട് 1 ലക്ഷം വിദ്യാർത്ഥികളാണ് 2023-24 കാലത്ത് ബാങ്ക് ലോൺ എടുത്ത് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം ഇതുപോലെയുള്ള നിയമനങ്ങൾ യോഗ്യരല്ലാത്ത ആളുകൾക്ക് പാർട്ടി ഓഫീസിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ കത്തും മേടിച്ച് ഇൻ്റർവ്യൂവിന് പോയി നിയമനം തരപ്പെടുത്തുക, വേറെ യോഗ്യന്മാരായ ആളുകളെയൊക്കെ തഴയുക. ഈ ദൃശ്യ പ്രവർത്തനം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ കലാലയങ്ങളിൽ ഇപ്പോൾ തന്നെ ഡിഗ്രിക്ക് ഒക്കെ 40% സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. കേരളത്തിലെ ട്രഡീഷണൽ എയ്ഡഡ് കോളേജുകളിൽ 40% സീറ്റുകളിൽ പ്രത്യേകിച്ച് ചരിത്രം, പൊളിറ്റിക്സ്, സിവിക്സ്, എക്കണോമിക്സ് പോലെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ ആളില്ല. പിന്നെ എൻജിനീയറിംഗ് കോളേജുകൾ മുക്കാലും പൂട്ടി. നിലവാര തകർച്ച മാത്രമല്ല, വിദ്യാർത്ഥികളെ കിട്ടാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് കൂണുകൾ പോലെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ എൻജിനീയറിംഗ് കോളേജ് ഉയർന്നു വന്നു. അപ്പോൾ അതൊക്കെ നിലനിൽക്കാൻ പറ്റാത്ത തരത്തിൽ ആയി വിദ്യാർത്ഥികളെ കിട്ടാത്തതുകൊണ്ട്. എന്നാൽ കേരളത്തിൽ എൻജിനീയറിംഗ് പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാത്തതുകൊണ്ടല്ല, ഏത് വിഷയത്തിനും എപ്പോഴും അഡ്മിഷൻ കിട്ടാൻ പ്രയാസകരമാകുന്ന തരത്തിൽ കൂടുതൽ കുട്ടികളുള്ള ഒരു സ്റ്റേറ്റാണിത്. പക്ഷേ ഇപ്പോൾ സീറ്റ് ഒഴിഞ്ഞു കിടക്കാനുള്ള കാരണം ഇവിടെ ഉള്ള കുട്ടികൾ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതാണ് കാര്യം. അപ്പോൾ ഇനിയും മെറിറ്റിൻ്റെ അടിസ്ഥാനമില്ലാതെ പാർട്ടി അനുഭാവിത്വം മാത്രമുള്ളവരെ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് തിരികെ കയറ്റുന്ന വളരെ മോശപ്പെട്ട ഏർപ്പാടാണ്. പക്ഷേ സാർ, ഈ ഒരു സമ്പ്രദായം എല്ലാ പാർട്ടികളും ഒരു കണക്കിന് ചെയ്യുന്നില്ലേ? എല്ലാ പാർട്ടികളുടെ സംസ്കാരത്തിൽ തന്നെയാണ് മാറ്റം വരെ. അത് രാഷ്ട്രീയ അധികാരം ഈ തരത്തിൽ മെരിറ്റിനെ അട്ടിമറിക്കുന്ന തരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നത് CPMൻ്റെ കാലത്ത് വളരെ കൂടുതലായി വന്നു. അവർക്ക് യാതൊരു സങ്കോചവുമില്ലാതെ അത് ചെയ്യുന്നതിന് യാതൊരു സങ്കോചവുമില്ലാതെ അവർ ഫോഴ്സ്ഫുള്ളി വൈസ് ചാൻസലർമാരെയും രജിസ്ട്രാറെയൊക്കെ വരട്ടി ചെയ്യുന്നുണ്ട്.
അങ്ങനെ അവരുടെ ആജ്ഞയ്ക്ക്, അത് എസ്.എഫ്.ഐയുടെ ഒരു റിംഗ് ലീഡറുടെ ആജ്ഞയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളെ പോലും നമുക്കറിയാം. അപ്പോൾ UDF-ൻ്റെ ഭരണകാലത്തും ഇതുപോലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇത്രത്തോളം ഇല്ലെങ്കിലും ഇതുപോലൊക്കെ തന്നെ സ്വാധീന വിധേയമായിരുന്നു പല നിയമനങ്ങളും. നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് ഒക്കെ നിയമനം കുറുക്കു വഴിയിലൂടെ സംഘടിപ്പിച്ചു കൊടുത്ത കാലം നമ്മൾ മറന്നിട്ടില്ല. പല ഉദാഹരണങ്ങളും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ ഇവയുടെ വന്നപ്പോൾ മന്ത്രിമാരുടെ ഭാര്യമാരും പാർട്ടി നേതാക്കളുടെ സഹോദരിമാരും ഭാര്യമാരും ബന്ധുക്കളും ഒക്കെ തന്നെ സർവകലാശാലകളിലെ അധ്യാപക തസ്തികയിലേക്ക് പെട്ടെന്ന് നിയമനം കിട്ടുന്നു. അപ്പോൾ അർഹരായ പല ആളുകളുടെ അവസരം തകർത്തുകൊണ്ടാണ് ഇവരിങ്ങനെ നേറിയത്. ഇതൊക്കെ ഈ കാലത്തിൻ്റെ രീതി ഇങ്ങനെയാണ് എന്ന ഒരു ധാർഷ്ട്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. സത്യത്തിൽ നീതിബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ സർവകലാശാലകളുടെ മാത്രം നിലവാരം കുറഞ്ഞതിനെപ്പറ്റി നമ്മൾ ഇരുന്ന് വിലപിച്ചിട്ട് വലിയ കാര്യമില്ല. പക്ഷേ സർവകലാശാലകളും വിദ്യാലയങ്ങളും തകർന്നാൽ അത് ഒരു സാധാരണ തകർച്ചയല്ല. അത് ഒരു 25 വർഷത്തേക്കാണ് അതിൻ്റെ ദോഷം നിലനിൽക്കുക. ഒരു തലമുറയാണ് അതപ്പതിക്കുന്നത്. അപ്പോൾ ഒരു തലമുറ അതപ്പതിക്കും, വരും തലമുറകളെല്ലാം അതപ്പതിക്കും. അയോഗ്യരായ അധ്യാപകരുടെ കീഴിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയുടെ ഭാവിയെ നമുക്കിത് വളരെ ഉത്കണ്ഠയോടെ കാണാൻ പറ്റില്ല. എന്തായാലും കേന്ദ്ര നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് കേരളം പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ചട്ടം വ്യത്യസ്തമാണെങ്കിലും UGC ചട്ടം തന്നെ പാലിക്കണമെന്നാണ് ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതെ. അല്ല, UGC അനുശാസിക്കുന്ന മാനദണ്ഡമെങ്കിലും പാലിച്ചേ പറ്റൂ. അതെ. UGCയുടെ ധനസഹായം കൊണ്ടാണ് ഈ സർവകലാശാലകളൊക്കെ നിലനിൽക്കുന്നത്. എന്തായാലും ഇതിൽ എന്ത് ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായിട്ടാണ് CPM വരുന്നതെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം.